Good morning students. Today's topic is excitons. Excitons means the bound electron hole pair. ഒരു ഇലക്ട്രോണിൻ്റെയും ഒരു ഹോളിൻ്റെയും പെയറിനെയാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുന്നത്. ഇതൊരു ഇലക്ട്രോണാണ്, ഇത് ഒരു ഹോളിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബൗണ്ടഡ് ഫോമിന് നമ്മൾ പറയുന്ന പേരാണ് എക്സൈറ്റോൺ. ഇനി നമുക്കറിയാം ഇലക്ട്രോണും ഹോളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് കൂളംബ് ഇൻട്രാക്ഷൻ ഉണ്ട് ഏതൊരു ലാറ്റിസിൽ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിൽ പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ട്. അത് തമ്മിൽ പരസ്പരം ബോണ്ടഡ് ആണ്, അല്ലെങ്കിൽ അത് തമ്മിൽ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈഡ്രജൻ ആറ്റം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും റിലേഷൻഷിപ്പ് പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു റിലേഷൻഷിപ്പാണ് ഇലക്ട്രോണും അതുപോലെ തന്നെ ഹോളും തമ്മിലുള്ള ബോണ്ടിങ്ങും. അപ്പോൾ ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള ഈ ബോണ്ടിങ്ങിന് അല്ലെങ്കിൽ ഈ ബോണ്ടഡ് ആയിട്ടുള്ള ഫോമിന് നമ്മൾ കൊടുക്കുന്ന പേര് എക്സൈറ്റോൺ എന്നാണ്. ഇനി ഈ എക്സൈറ്റോൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ നോർമലി സാധാരണ രീതിയിൽ പറയുന്നത് പോലെ തന്നെ ഒരു ഹൈ എനർജി കൊടുത്തു കഴിയുമ്പോൾ ലാറ്റിസിലെ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകും. അപ്പോൾ അവിടെ റിമെയിൻ ചെയ്യുന്ന ലോവർ ലെവലിൽ റിമെയിൻ ചെയ്യുന്നത് ഹോൾസാണ്. അപ്പം ആ ഇലക്ട്രോണിന് പോയതിൻ്റെ വേക്കൻസി, ആ ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള ഒരു ബന്ധം, അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ നമുക്ക് ഒരു എക്സൈറ്റോൺ ആയിട്ട് വിശേഷിപ്പിക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സൈറ്റോൺസ് ക്യാൻ ബി ഫോംഡ് ഇൻ എവരി ഇൻസുലേറ്റിംഗ് ക്രിസ്റ്റൽ വെൻ ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് ഇൻഡയറക്റ്റ്. എക്സൈറ്റോൺ നിയർ ദ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മേ ബി അൺസ്റ്റേബിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഡീകേ ഇൻറ്റു എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് എ ഫ്രീ ഹോൾ. We have seen that a free electron and a free hole are created whenever a photon of energy greater than the energy gap is absorbed in a crystal. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ബാൻഡ് ഗ്യാപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ്. അത് വാലൻസ് ബാൻഡിൻ്റെ ഹയർ എഡ്ജും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലോവർ എഡ്ജും സെയിം പൊസിഷനിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കെ ഡയഗ്രം, ദ എനർജി മൊമെൻ്റം ഡയഗ്രത്തിൽ സെയിം വാല്യൂ ഓഫ് കെയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ എന്നാണ്. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ. ഇനി സെയിം അല്ല, അതായത് വാലൻസ് ബാൻഡിൻ്റെ ഹയർ എഡ്ജും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലോവർ എഡ്ജും സെയിം വാല്യൂ ഓഫ് കെയിലല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് വരുന്നത് Eg. നോക്കുക, സെയിം കെ വാല്യൂവിലല്ല, മൊമെൻറ്റം കൺസേർവ്ഡ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ബാൻഡ് ഗ്യാപ്പിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ രണ്ട് കേസിലും നമുക്ക് എക്സൈറ്റോണിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സൈറ്റോൺ ഫോം ചെയ്യാൻ വേണ്ടി വരുന്ന കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ ഒരു ലാറ്റിസിൽ ഒരു ഫോട്ടോൺ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഫോട്ടോണിൻ്റെ എനർജി ആ സിസ്റ്റത്തിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജീനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എക്സൈറ്റേഷൻ പോസിബിളാണ്. അപ്പോൾ നമുക്കറിയാം ഇത് Eg, ഈ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൻ്റെ കേസിൽ ഇതാണ് Eg, ബാൻഡ് ഗ്യാപ്പ് Eg ഇതാണ് വരുന്നത്. അപ്പം ഈ ഒരു എനർജി ഗ്യാപ്പിനേക്കാൾ, നമ്മൾ y ആക്സിസിൽ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ ഒരു എനർജി ഗ്യാപ്പിനേക്കാളും കൂടുതൽ എനർജിയാണ് അബ്സോർബ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും? എക്സൈറ്റേഷൻ പോസിബിളാണ്. ഇനി ഈ കേസിൽ വരുന്നത് ഫോണോണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റിൻ്റെ കാര്യത്തിൽ നോക്കാം. അപ്പം Egനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. ഇവിടെ ഒരു ഹോൾ മാത്രമായിരിക്കും റിമെയിൻ ചെയ്യുന്നത്.
അതായത് ഈ എനർജി കിട്ടുന്ന എനർജി H∗ ഗ്രേറ്റർ ദാൻ Eg കണ്ടീഷനിലാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് പ്രോസസ്സിൽ എക്സൈറ്റോൺ ഫോർമേഷൻ നടക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. H∗ ഗ്രേറ്റർ ദാൻ Eg കണ്ടീഷനിൽ നമ്മുടെ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്ത് ഹയർ ലെവലിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും കൂടെ ഒരു പെയർ കിട്ടും. ഇനി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫിഗർ എയിൽ ഒരു ലാറ്റിസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ ലാറ്റിസിൽ എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്തു പോയ ഇലക്ട്രോണിനെയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോളിനെയാണ്. അപ്പം ഇതൊരു എക്സൈറ്റോൺ ഫോർമേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ബോണ്ടിങ് ആണ്, ബൗണ്ടഡ് ആണ്, അതുകൊണ്ടാണ് ഇത് സർക്കിൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു എക്സൈറ്റോൺ ആണ്, അല്ലെങ്കിൽ ഇതൊരു ഇലക്ട്രോൺ, ഇതൊരു ഹോളാണ്, ഇതൊരു എക്സൈറ്റോൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ കേസിൽ നോക്കുക, ഈ ഇലക്ട്രോണിനും ഈ ഹോളിനും ഈ ലാറ്റിസിൽ എവിടെ വേണേലും മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് തമ്മിൽ ബോണ്ടഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് ഒരു വീക്കായിട്ടുള്ള അല്ലെങ്കിൽ വീക്ക്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു എക്സൈറ്റോൺ ആണെന്ന് പറയാം. കാരണം ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ വീക്കാണ്. പക്ഷേ ഈ ലാറ്റിസിനുള്ളിൽ തന്നെ ഈ ഇലക്ട്രോണും ഈ ഹോളും എപ്പോഴും കാണും. അതിനുള്ളിൽ തന്നെ ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലും ഇതിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ട് നമുക്കിതിനെ വീക്ക്ലി ബൗണ്ട് എക്സൈറ്റോൺ എന്ന് പറയാം. അപ്പോൾ അതിൽ ഈ സിമിലർ കേസ് തന്നെ വരുന്നതാണ് ആറ്റം ഓഫ് പോസിട്രോണിയം. പോസിട്രോണിയം ഈസ് ദ ബൗണ്ടഡ് സ്റ്റേറ്റ് ഓഫ് പോസിട്രോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും കൂടെ ഒരു ബൗണ്ടഡ് സ്റ്റേറ്റിനാണ് നമ്മൾ പോസിട്രോണിയം എന്ന് പറയുന്നത്. അതും നമുക്ക് ഈ കേസുമായിട്ട് സിമിലറാണ്. അത് ഇലക്ട്രോൺ ഹോൾ പെയർ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. പോസിട്രോണിയത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ കേസ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കേസാണ് വരുന്നത്. ദിസ് ഈസ് ആൻ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ. അപ്പം സെയിം കെ വാല്യൂലാണ്. K = 0 കണ്ടീഷനിൽ ആണ് സെയിം വാലൻസ് ബാൻഡിൻ്റെ അപ്പർ എഡ്ജും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലോവർ എഡ്ജും കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി കണ്ട ഒരു കാര്യം, ഇവിടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും, അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണാണ് എക്സൈറ്റ് ചെയ്ത് ഈ ലെവലിലേക്ക് പോയത്. അപ്പോൾ ഇവിടുത്തെ ബാൻഡ് ഗ്യാപ്പ് Eg, ഇനിഷ്യലി Eg ആയിരുന്നു. അപ്പം Egനേക്കാളും കൂടുതൽ ഉള്ള ഒരു എനർജി കിട്ടിക്കഴിഞ്ഞപ്പം ഇലക്ട്രോൺ ആ എനർജി അബ്സോർബ് ചെയ്ത് ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ എഡ്ജിൽ ഒരു ഹോളും ഈ എഡ്ജിൽ ഒരു ഇലക്ട്രോണും ഫോം ചെയ്തു. അപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ബാൻഡ് ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്തു. അത് ഇവിടെ എക്സ്ട്രാ ലെവൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പറയാം ഈ എക്സൈറ്റോണിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം, അല്ലെങ്കിൽ അത് ഒരു ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, വേറൊരു ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ലെവൽ ഈ Egയുടെ ഉള്ളിലാണ് വരുന്നത്. സോ ആക്ച്വൽ ആദ്യം ഉണ്ടായിരുന്ന Eg എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്ത് കുറച്ച് റെഡ്യൂസ് ചെയ്ത് അതിനേക്കാളും ചെറിയൊരു വാല്യൂവിലേക്ക് മാറും. അപ്പം ആ ഉണ്ടാകുന്ന അഡീഷണൽ ആയിട്ടുണ്ടാകുന്ന ലെവൽസ്, ഇവിടെ അഡീഷണൽ ലെവൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ Eg കുറഞ്ഞു പോകുമല്ലോ, ബാൻഡ് ഗ്യാപ്പ് കുറയുമല്ലോ. അപ്പം ആ ഉണ്ടാകുന്ന അഡീഷണൽ ലെവൽസിനെയാണ് നമ്മൾ എക്സൈറ്റോൺ ലെവൽസ് എന്ന് പറയണത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എക്സൈറ്റോൺ ലെവൽസ്. അപ്പോൾ ഇത് കണ്ടക്ഷൻ ബാൻഡ്, അവിടുത്തെ എഫക്റ്റീവ് മാസ് Me, പിന്നെ വാലൻസ് ബാൻഡ് എഫക്റ്റീവ് മാസ് MH, ഇവിടെ K വാല്യൂ ആണ്. Y ആക്സിസിൽ നമ്മൾ എനർജിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇനി എക്സൈറ്റോണിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടായിട്ടുള്ള ഹയർ എനർജി ലെവൽസ്, ഉണ്ടായിട്ടുള്ള എനർജി ലെവൽസാണ് എക്സൈറ്റോൺ ലെവൽസായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോൺ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം ഈ ലെവലിലാണ് എക്സൈറ്റോൺ ലെവൽസ്, അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിനോട് ചേർന്നാണ് എക്സൈറ്റോൺ ലെവൽസ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ആക്ച്വൽ ഉണ്ടാകുന്ന എനർജി ഗ്യാപ്പ് ഈ പോയിൻറ്റും
ഈ പോയിൻ്റ് നമ്മളുടെ ഡിഫറൻസ് അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എനർജി ഗ്യാപ്പ് EG. അപ്പം അതിന് ശേഷം ആണ് രണ്ട് ലെവൽസ്, എക്സൈറ്റോൺ ലെവൽസ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, EG റെഡ്യൂസ് ചെയ്ത് EGയുടെ വാല്യൂ കുറയും, ബാൻഡ് ഗ്യാപ്പിൻ്റെ വാല്യൂ ഈ എക്സൈറ്റോൺസിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം റെഡ്യൂസ് ചെയ്തു. ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സൈറ്റോൺ ലെവൽസ് ഇൻ റിലേഷൻ ടു ദ കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് ഫോർ എ സിമ്പിൾ ബാൻഡ് സ്ട്രക്ചർ വിത്ത് ബോത്ത് കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ് എഡ്ജസ് അറ്റ് K is equal to 0. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയലാണ്. ഇനി ഈ സെയിം ഫിഗറിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. കർവായിട്ട് ബാൻഡ് കാണിക്കുന്നതിന് പകരം നമ്മൾ നേരെ വരച്ചിരിക്കുകയാണ് കണ്ടക്ഷൻ ബാൻഡ് കണ്ടിന്യൂവം. അതായത് ഇവിടെ കുറേ ലെവൽസ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡിൻ്റെ പല ലെവൽസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂവം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടക്ഷൻ ബാൻഡ് കണ്ടിന്യൂവമാണ്. താഴെ കാണിച്ചിരിക്കുന്നത് വാലൻസ് ബാൻഡ് കണ്ടിന്യൂവം. നോക്കുക, എക്സൈറ്റോൺ ലെവൽസ്, പല എക്സൈറ്റോൺ ലെവൽസ് ഉണ്ട്. ഇത് അപ്പോൾ ഇവിടെ ആക്ച്വൽ ബാൻഡ് ഗ്യാപ്പ് എനർജി EG, ഇത് ഇവിടുത്തെ എനർജി EG ആണ്, ഇത് 0 എനർജിയാണ്. അപ്പം ഇവിടുന്ന് പല എക്സൈറ്റേഷൻസ് ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്, എക്സൈറ്റേഷൻ ലൈൻസ് കാണിച്ചിട്ടുണ്ട്, 0യിൽ നിന്ന് ഈ ലെവലിലേക്ക്, അങ്ങനെ പല ലെവലിലേക്ക്. അപ്പം ഈ കാണിച്ചിരിക്കുന്ന എക്സൈറ്റോൺ ലെവൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് എക്സൈറ്റോൺ എനർജി, ഈ എക്സൈറ്റോൺ. ഇനി ഈ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് എന്ത്, EG ആണ് മൊത്തത്തിലുള്ള എനർജി. ഈ ലെവല് ഈ ഇത്രയും എനർജി ഈ എക്സൈറ്റേഷനാണ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെയാണ്, അല്ലെങ്കിൽ ഈ ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് EG മൈനസ് ഈ എക്സൈറ്റേഷനാണ്. അതാണ് നമ്മുടെ റെഡ്യൂസ്ഡ് ബാൻഡ് ഗ്യാപ്പ് എനർജി, EG മൈനസ് ഈ എക്സൈറ്റേഷൻ. അപ്പോൾ മേളിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ തന്നെയാണ്, അത് ജസ്റ്റ് ഇങ്ങനെ എക്സൈറ്റേഷൻസും കൂടെ കാണിച്ചിരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഈ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ, ദ എനർജി ലെവൽസ് ഓഫ് ആൻ എക്സൈറ്റോൺ ക്രിയേറ്റഡ് ഇൻ എ ഡയറക്റ്റ് പ്രോസസ്, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയലാണ്. ദ ബൈൻഡിങ് എനർജി ഓഫ് ദ എക്സൈറ്റോൺ ഈസ് ഈ എക്സൈറ്റോൺ. എക്സൈറ്റോൺ ലെവൽസിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള എനർജിക്കാണ് നമ്മൾ EX എന്ന് പറഞ്ഞാൽ ഈ എക്സൈറ്റേഷൻ referred to a free electron and a free hole pair. ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ഫ്രീ ഹോൾ പെയറിൻ്റെ കമ്പൈൻഡ് ബൈൻഡിങ് എനർജീനെയാണ് നമ്മൾ ഈ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ എനർജി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, EG മൈനസ് ഈ എക്സൈറ്റേഷനായിട്ട് മാറി. ഇനി ഇവിടെ വേറൊരു തരത്തിലുള്ള അല്ലെങ്കിൽ എക്സൈറ്റോൺ ഫോർമേഷൻ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ആദ്യം കണ്ടത് ഫിഗർ A ആണ്, ഇത് ഫിഗർ B. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ലാറ്റിസാണ്. ഇപ്പം KCl NaCl ഒക്കെ ഒരു ലാറ്റിസ് പോലെ. ഇവിടെ മൈനസ്, ഇത് ഹോള്, ഇത് ഇലക്ട്രോൺ ആണ്, ഇത് ഹോള്, ഇലക്ട്രോൺ ഹോള്, അങ്ങനെ നമ്മൾ ലാറ്റിസിനെ ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് എന്തായിരുന്നു, ലൂസ്ലി ബൗണ്ടഡ് ആയിരുന്നു അല്ലെങ്കിൽ വീക്ക്ലി ബൗണ്ട് എക്സൈറ്റോൺ ആയിരുന്നു. ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറവായിരുന്നു, എങ്കിൽ പോലും അത് ബോണ്ടഡ് ആണ്, ആ ക്രിസ്റ്റലിൽ തന്നെ അത് നിൽക്കുന്നു, ആ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല. ഈ കേസിൽ കാണിച്ചിരിക്കുന്നത് ഒരു ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ ആണ്. ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് പൊസിഷനിലല്ല ഇലക്ട്രോണിനെയും ഹോളിനെയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ എപ്പോഴും എല്ലാ സമയത്തും ഹോളിനോട് വളരെ അടുത്ത് തന്നെയായിരിക്കും, വളരെ ചേർന്ന് തന്നെയായിരിക്കും കാണപ്പെടുന്നത്. ഇത് മൊത്തത്തിൽ മൂവ് ചെയ്യും, ഈ ലാറ്റിസിൽ മുഴുവനായിട്ടും ഏത് ഡയറക്ഷനിലും ഈ ഇലക്ട്രോൺ ഹോൾ പെയർ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ കേസിലെ പോലെ രണ്ടായിട്ടല്ല മൂവ് ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ ക്ലോസ് ആണ്, വളരെ ടൈറ്റ്ലി ബോണ്ടഡ് ആണ്. അപ്പം ഇലക്ട്രോണും ഹോളും ഒരേപോലെ തന്നെ, ഇത് സെപ്പറേറ്റ് ചെയ്തായിട്ട് നമ്മൾ കാണിക്കുന്നില്ല. ഇതാണ് ആ ഇലക്ട്രോൺ ഹോൾ പെയർ. ആക്ച്വലി ഇത് ആ ഇലക്ട്രോൺ ആ പൊസിഷനിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്, അത് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രോൺ എപ്പോഴും ഹോളിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ആയിരിക്കും ഇതിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. വീക്ക്ലി ബൗണ്ടഡ് ആയിട്ടുള്ള എക്സൈറ്റോൺ ആണെങ്കിൽ
ഇലക്ട്രോണും ഹോളും സെപ്പറേറ്റ് ചെയ്ത് പോയി എങ്കിൽ പോലും അത് തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ടൈറ്റ്ലി ബൗണ്ടഡ് ആണെങ്കിൽ അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്താലും അത് എപ്പോഴും ടൈറ്റായിട്ട് ബോണ്ടഡ് ആണ്. അത് ഒരുമിച്ചാണ് ഇതിൽ ഈ എൻ്റയർ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുള്ളൂ. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന എ ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ ഈസ് ലോക്കലൈസ്ഡ് ഓൺ വൺ ആറ്റം ഇൻ ആൻ ആൽക്കലി ഹാലൈഡ് ക്രിസ്റ്റൽ. ദ ഇലക്ട്രോൺ ഈസ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ദ ഇലക്ട്രോൺ ഈസ് ഓൾവേസ് ക്ലോസ് ടു ദ ഹോൾ. അത് ക്ലോസ് ആയിട്ട് സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ബട്ട് എക്സൈറ്റോൺ വിൽ ട്രാവൽ ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ. എക്സൈറ്റോൺ ആയിട്ട് തന്നെ ഇത് ക്രിസ്റ്റലിനുള്ളിൽ മൂവ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് എക്സൈറ്റോൺസിനെ നമ്മൾ ഇപ്പോൾ കണ്ടു. ഈ 2 തരത്തിലുള്ള എക്സൈറ്റോൺസിന് നമ്മൾ കൊടുക്കുന്ന ക്ലാസിഫിക്കേഷൻസാണ് ഫ്രെങ്കൽ എക്സൈറ്റോൺ ആൻഡ് മോട്ട് വാനിയർ എക്സൈറ്റോൺ. അപ്പം മോട്ട് ആൻഡ് വാനിയർ എക്സൈറ്റോൺ നമ്മൾ ആദ്യം കണ്ട വീക്ക്ലി ബൗണ്ടഡ് ആയിട്ടുള്ള എക്സൈറ്റോണിന് നമ്മൾ പറയുന്ന പേര് മോട്ട് വാനിയർ എക്സൈറ്റോൺ, മോട്ട് ഹൈഫൻ വാനിയർ, മോട്ട് വാനിയർ എക്സൈറ്റോൺ എന്നും, ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ട് ഇലക്ട്രോണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹോളിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ കണ്ടു. അതിന് ആ എക്സൈറ്റോൺ നമ്മൾ പറയുന്ന പേര് ഫ്രെങ്കൽ എക്സൈറ്റോൺ എന്നുമാണ്. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഫ്രെങ്കൽ എക്സൈറ്റോൺ, എക്സൈറ്റോൺ ഈസ് സ്മോൾ ആൻഡ് ടൈറ്റ്ലി ബൗണ്ട്. സ്മോൾ ആണെന്ന് പറയാൻ കാരണം അത് ഒരുമിച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ സൈസ് നമുക്ക് വളരെ വലുതായിട്ട് തോന്നുന്നില്ല. ആൻഡ് other by Mott and Wannier, in which the exciton is weakly bound with an electron hole separation large in comparison with a lattice constant. അപ്പോൾ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻസ്, ഫ്രെങ്കൽ ആൻഡ് മോട്ട് വാനിയർ എക്സൈറ്റോൺ. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എക്സൈറ്റോൺ, അതിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസാണ് ഫ്രെങ്കൽ എക്സൈറ്റോൺ ആൻഡ് മോട്ട് വാനിയർ എക്സൈറ്റോൺ. ഫ്രെങ്കൽ എക്സൈറ്റോണും മോട്ട് വാനിയർ എക്സൈറ്റോണും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. താങ്ക് യു.